ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിരുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, അതുപോലെ ബാങ്കിങ് ഓഫ് വെയിൽസ് ആൻഡ് റോഡ്സ്, ഈ ടോപ്പിക്കുകളിൽ നമുക്ക് വരുന്ന മാക്സിമം പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കാർ വെയിങ് 1500 kilogram takes round turn of 100 meter radius with velocity 7 meter per second. Find the centripetal force. Centripetal force ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാറിന്റെ മാസ് പറഞ്ഞിട്ടുണ്ട്. മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം m is equal to കാറിന്റെ മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. Takes a round turn of 100 meter radius. Radius എത്രയാണ്? 100 meter ആണ്. That is r is equal to 100 meter with velocity 7 meter per second. Velocity നമ്മൾ v നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. v is equal to 7 meter per second. Find the centripetal force. Centripetal force ആണ് നമ്മളോട് കാണാൻ പറ്റുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രിപീറ്റൽ ഫോഴ്സിനുള്ള 3 ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലെ. അതിൽ ഏത് ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക? നമുക്ക് തന്ന ടേമൊക്കെ ഏതൊക്കെയാണ്? m, r, v. ഈ 3 ടേം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപീറ്റൽ ഫോഴ്സ് F is equal to mv square by r അല്ലേ. പിന്നെന്ത് ചെയ്യാം? ഓരോ വാല്യൂസ് അതിന്റെ സ്ഥാനത്ത് കൊടുത്തു നോക്കുക. എമ്മിന്റെ സ്ഥാനത്ത് എന്റെ വാല്യൂ കൊടുത്തു നോക്കുക. ഇൻറ്റു വി എത്രയാണ്? വിന്റെ വാല്യൂ കൊടുക്കുക, ആറിന്റെ വാല്യൂ കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലാസ്റ്റ് ആൻസർ കിട്ടും. യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ. ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? തന്ന ഡാറ്റ ഒരു സൈഡിൽ എഴുതി വെച്ചു. അത് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനാണ് നോക്കി. നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സിലുള്ള 3 ഇക്വേഷൻ അറിയാം. X is equal to mv square by r എന്നുള്ള ഇക്വേഷൻ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. A particle moves in a circle of radius 20 centimeter with a speed with a speed 10 meter per second. Find the angular velocity. Find the angular velocity. ആംഗുലാർ വെലോസിറ്റി ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്ന ഡാറ്റ ഒക്കെ ഒരു സൈഡിൽ എഴുതിയേക്കാം. ഫസ്റ്റ്, എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. റേഡിയസ് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യാം? 20/100 ചെയ്ത് കഴിഞ്ഞാല് സെന്റിമീറ്റർ നമുക്ക് മീറ്റർ കിട്ടും. 0.2 മീറ്റർ. പിന്നെ പറഞ്ഞിട്ടുള്ളത് സ്പീഡ്, അതായത് വെലോസിറ്റി. വെലോസിറ്റി v is equal to 10 meter per second. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരുന്നു. എന്താണ്? v is equal to r omega. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഒമേഗ is equal to v by r. ചെയ്തൂടെ? v എത്രയാണ്? 10 ആണ്, r
0.21 that is equal to എന്ത് വരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതിന്റെ യൂണിറ്റ് എന്താ വരിക റാഡ് പെർ സെക്കൻഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്ന ഡാറ്റക്ക് ഒരു സൈഡിൽ എഴുതി വെച്ചു. ഒരു സെന്റിമീറ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ സെന്റിമീറ്ററിന് എന്ത് ചെയ്തു മീറ്ററിലേക്ക് ആദ്യം തന്നെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഒമേഗ കാണാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ബി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. പക്ഷെ നമുക്ക് ഒമേഗക്ക് മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്നറിയാം. പക്ഷെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റുമോ? കഴിയില്ല. കാരണം എന്താണ് തീറ്റയും ടിയും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു റിലേഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ റിലേഷനിൽ നമ്മൾ ഒമേഗക്കുള്ള ഇക്വേഷൻ എഴുതി ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ നമ്മൾ തന്ന ഡാറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. അങ്ങനെയാണ് നമ്മളിവിടെ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മള് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാണാനുള്ള പ്രോബ്ലം ചെയ്തു, ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്തു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. A body moves in a circle of radius 20 centimeter at a speed that uniformly increases. If the speed changes from changes from 5 meter per second to 10 meter per second. Find if the speed changes from 5 meter per second to 6 meter per second in t is equal to 2 seconds. Find the angular acceleration. Find the angular acceleration. ഇവിടെ നമ്മോട് കാണാൻ പറ്റുള്ളത് ആംഗുലാർ ആക്സിലറേഷൻ ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. ഈ ആംഗുലാർ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? ആൽഫ is equal to omega 2 minus omega 1 by t. ഈ ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ആൽഫ is equal to a by r എന്നുള്ള റിലേഷനും നമുക്കറിയാം. നമുക്ക് ആദ്യം തന്ന ഡയറക്ഷൻ എഴുതി വെക്കാം. എ ബോഡി മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. റേഡിയസ് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്ററിന് എന്ത് ചെയ്യാ മീറ്ററിൽ കൺവേർട്ട് ചെയ്യാം. 20/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 meter at a speed that uniformly increases. If the speed changes from 5 meter per second to 6 meter per second, അതായത് സ്പീഡ് എന്ത് ചെയ്യാണ് 5 meter per second നിന്ന് 6 meter per secondലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഈ 5 meter per second എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും 6 meter per second എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ v1 is equal to എത്ര വരും? 5 meter per second. v2 is equal to 6 meter per second. ടൈം എത്രയാണ്? t is equal to 2 seconds. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒമേഗ 1ഉം ഒമേഗ 2ഉം കാണണമെങ്കിൽ ആദ്യം തീറ്റ അറിയണം, അല്ലെങ്കിൽ വിയും ആറും വെച്ച് നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ is equal to a/r എന്നുള്ള ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യാം. ഇതിന്റെ ആൽഫ കാണണമെങ്കിൽ ഏതൊക്കെ ടൈം അറിയണം? എ അറിയണം, ആർ അറിയണം. ആർ നമുക്കറിയാം, പക്ഷെ എ നമുക്കറിയില്ല. എ കണ്ടുപിടിച്ചൂടെ? ഇതിന്
അതായത് ആക്സിലറേഷൻ A is equal to v2 minus v1 by t ആണ്. v2 എത്രയാണ്? 6 minus 5 by t പറയുമ്പോൾ 2. That is equal to 1 by 2. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ആ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ആൽഫ കണ്ടുപിടിക്കുക. ആൽഫ is equal to 1 by 2 എന്നാൽ 0.5 അല്ല. അപ്പൊ എന്റെ സ്ഥാനത്ത് നമുക്ക് 0.5 കൊടുക്കാം. ബൈ ആർ എത്രയാണ്? 0.2. That is equal to ആൻസർ. അത്രയും റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ തന്ന ഡാറ്റയ്ക്ക് ഒരു സൈഡിൽ എഴുതി വെച്ചു. അത് ഉപയോഗിച്ച് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് നോക്കി. നമുക്ക് രണ്ട് ഇക്വേഷൻ അറിയാം. ആൽഫ is equal to ω2 മൈനസ് ω1 by t അറിയാം. ആൽഫ is equal to a by r അറിയാം. ഇതില് ω2 മൈനസ് ω1 by t എന്നുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം കുറച്ചുകൂടി ലെങ്തി ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ആൽഫ is equal to a by r എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അതിന് എ കണ്ടുപിടിച്ചു. ആർ നമുക്കറിയാം, പക്ഷെ എ നമുക്കറിയില്ല. അപ്പൊ ആദ്യം എ കണ്ടുപിടിച്ചു. എ കാണാൻ വേണ്ടി v2 മൈനസ് v1 by t എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എ കണ്ടുപിടിച്ചു. അപ്പൊ എക്ക് നമുക്കൊരു വാല്യൂ കിട്ടി. ആ എന്റെ വാല്യൂവും തന്ന ഇതാണ് ആറല്ലേ, ആറും ഉപയോഗിച്ച് നമ്മൾ ആൽഫ കണ്ടുപിടിച്ചു. നമ്മള് 3 പ്രോബ്ലം ചെയ്തു. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അടുത്ത പ്രോബ്ലം എഴുതാം. The moon revolves around the earth making a complete revolution in 27.3 days, assuming the orbit to be circular and has a radius has a radius 3.8 into 10 raised to 8 meter. Calculate the centripetal acceleration. Calculate the centripetal acceleration. First നമ്മൾ നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. The moon revolves around the earth making a complete revolution in 27.3 days. അതായത് മൂണിനെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 27.3 days വേണം. അപ്പൊ അതിനെ നമ്മൾ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. T is equal to 27.3 days. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു one revolution, the time taken for one revolution is called period. അതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു റെവല്യൂഷന് വേണ്ടിയുള്ള ടൈമാണ് 27.3 days എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പീരീഡ് ആയിട്ട് എഴുതാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് assuming the orbit to be circular and has a radius 3.8 into 10 raised to 8 meter. റേഡിയസ് എത്രയാണ്? റേഡിയസ് r is equal to 3.8 into 10 raised to 8 meter. Calculate the centripetal acceleration. Centripetal acceleration ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് 3 ഇക്വേഷൻ അറിയാം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ടിയും ആറാണ് നമുക്ക് അറിയുന്ന കാര്യം. ഈ ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം?
വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ v is equal to 2πr/t എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വെലോസിറ്റി കാണാൻ. വെലോസിറ്റി നമ്മൾ എന്താണ്, ഒരു റവല്യൂഷനിൽ വേണ്ട ടൈം, അതിനാണ് നമ്മൾ വെലോസിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. v is equal to 2πr/t. ഇത് നമുക്ക് എന്ത് ചെയ്യാം, t നമുക്കറിയാം 27.3 days ആണെന്നുള്ള അറിയാം. പക്ഷെ ആ t നമുക്ക് അവറിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. 27.3 ഡേയ്സിന് സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും വരിക, 27.3 ഇൻറ്റു 1 ഡേ എന്ന് പറഞ്ഞാല് 24 അവർ ആണ്. അപ്പൊ ആദ്യം 24 അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഡേയ്സ് ആണ്, ഡേയ്സിനായി എന്ത് ചെയ്യുക, അവറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഡേ ആക്കുമ്പോൾ ഇൻറ്റു 24. അപ്പൊ അവറിന് എന്ത് ചെയ്യണം, മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, 60 മിനിറ്റ് ആണ് 1 അവർ. അപ്പൊ ഇൻറ്റു 60. വീണ്ടും എന്ത് ചെയ്യാം, മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും ഇൻറ്റു 60. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന പീരീഡ്. പിന്നെ നമുക്ക് വേണ്ടത് 2πr. r നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, v കണ്ടുപിടിക്കും. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. v കണ്ടു. ഇനി എന്ത് ചെയ്യാം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ v അറിയാം, ഇവിടെ r അറിയാം. അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണാൻ നമുക്കൊരു ഇക്വേഷൻ അതേ s ഈക്വൽ ടു v²/r. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ AC കണ്ടുപിടിക്കാം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഇതിന്റെ സ്റ്റെപ്പും തന്ന ഡയറക്റ്റ് അതുപോലെ ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യണം. ഇതിന്റെ യൂണിറ്റ് എന്താ വരിക, റാഡ് പെർ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആവുകൊണ്ട് റാഡ് പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ ആദ്യം നമ്മള് v കണ്ടുപിടിച്ചു. ആ v ഉപയോഗിച്ച് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ v കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് റേഡിയസ് അറിയാം, t അറിയാം. അപ്പൊ ഈ t നമുക്ക് ഡേയ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ t എന്നുള്ളത് നമുക്ക് വേണ്ട ഏതിലാണ്, സെക്കൻഡിലാണ് വേണ്ട. അപ്പൊ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി ആദ്യം നമ്മള് ഈ ഡേയ്സിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് ഇൻറ്റു 24 ചെയ്തു. ആ അവറിനെ വീണ്ടും മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. മിനിറ്റിനെ വീണ്ടും സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ t, ആ t ഉപയോഗിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ v കണ്ടുപിടിക്കാൻ. ആ v ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ v²/r കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, ആ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ ഒരു 3-4 ചെയ്തു. ഇനി നമുക്ക് ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ് എന്നുള്ള ഭാഗത്തുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A cyclist negotiate a curve of radius 20 meter at a speed 8 meter per second. Find the inclination of the plane of the cycle to the vertical. അതായത് a cyclist negotiates a curve of radius 20 meter. റേഡിയസ് എത്രയാണ്, 20 മീറ്റർ ആണ്. ഇത് മീറ്റർ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല, മീറ്റർ തന്നെയാണ്. അറ്റ് എ സ്പീഡ് 8 meter per second. അതായത് വെലോസിറ്റി v is equal to 8 meter per second. Find the inclination of the plane. ഇൻക്ലിനേഷൻ ആണ് നമ്മളോട് കാണാൻ പറ്റില്ല. ഇൻക്ലിനേഷൻ എന്താണ്, തീറ്റയാണ്. അപ്പൊ തീറ്റ കാണുന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും, tan θ is equal to
ബിയും ആറും വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് വി സ്ക്വയർ ബൈ ആർ ജി. ചെയ്തൂടെ? ടാൻ തീറ്റ എത്ര വരും? ബി അറിയുമ്പോ 8 സ്ക്വയർ 64 ബൈ ആറ് 20 ഇൻറ്റു ജിന്റെ വാല്യൂ എത്രയാണ്? ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതെന്താണ്? ടാൻ തീറ്റയാണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ കിട്ടുന്ന ഈ ടാൻ തീറ്റ എന്നുള്ള ആൻസറിന്ന് എങ്ങനെയാണ് തീറ്റ കണ്ടുപിടിക്കുക? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് കാൽക്കുലേറ്റർ ഇതേപോലെ തന്നെ കൊടുത്തു നോക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ഇൻക്ലിനേഷൻ ഓഫ് ദ സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആറും വിയും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആറും വിയും വെച്ചത് നമുക്ക് തീറ്റയാണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. അപ്പൊ ആ തീറ്റയും ബിയും ആറും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ടാൻ തീറ്റ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ആർ ജി. അതിൽ ബി നമുക്കറിയാം, ആർ അറിയാം, ജിയും അറിയാം. അപ്പൊ അത് വെച്ചാൽ ടാൻ തീറ്റ കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ട തീറ്റയാണ്. അപ്പൊ തീറ്റ കാണാൻ വേണ്ടി ഈ ടാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും? ടാൻ ഇൻവേഴ്സ് ആവും. അപ്പൊ തീറ്റ ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻക്ലിനേഷൻ ഓഫ് ദ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളോട് ഈ മൊഡ്യൂൾ, ഈ ചാപ്റ്ററിന്, സർക്കുലർ മോഷൻ എന്നുള്ള ചാപ്റ്ററിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇങ്ങനത്തെ ഇതേ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളോട് കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കഴിഞ്ഞ ക്ലാസ് റൊട്ടേഷൻ ഡൈനാമിക്സ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബാക്കി നമുക്ക് സെന്റർ ഓഫ് മാസ് അതുപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങനെ ടോപ്പിക്കുകളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഇത്രയും പ്രോബ്ലംസ് മതി. ബാക്കി നമുക്ക് റൊട്ടേഷൻ ഡൈനാമിക്സിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.